അണ്ണാ, ദുബായ് അനുസരിച്ച് വന്നിട്ടുണ്ട്. സിറ്റി മൊത്തം ഞാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈം മാത്രം തീരുമാനിച്ചാൽ മതി. അത് ഓക്കെ കാശി. എന്നാൽ ഈ സിറ്റിയിലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തായാലും അല്പം ഭയന്നേ പറ്റൂ. ബായി എങ്ങാനും ഈ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞാ? ഏയ്, ആരാ ഈ ബായ്? അവനാരാ? മഹാരാജാവോ? നിനക്കവനെ ഭയമായിരിക്കും. ഡയറക്റ്റായി ഈ കാശി എതിർക്കാനുള്ള ധൈര്യമുണ്ടോ അയാൾക്ക്? എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ അയാളുടെ സമ്മതം വേണം. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരെങ്ങ് വരട്ടെ. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ അവൻ ഒറ്റപടിക്ക് തീർത്ത് കളയും ഞാൻ. ഈവനിങ് ഫ്ലൈറ്റിൽ നീ ദുബായിലെത്തണം. ടിക്കറ്റ് ഇതിലുണ്ട്. പിന്നെ ഞാൻ അറിയാതെ ഈ വഴി വരാൻ പാടില്ല. ഒരിക്കലങ്ങനെ ചൂണ്ടിയ കാരണം കുറെ വിരലുകൾ നഷ്ടമായില്ലേ? ഞാനൊന്ന് വിചാരിച്ചാൽ പിന്നെ ആ കൈ പോലും ഉണ്ടാവില്ല. ഇപ്പോഴാ വിഷയം എന്തിനാ ബായ്? അനാവശ്യമായി നിങ്ങൾ എൻ്റെ ബിസിനസ്സിൽ ഇടപെടരുത്. വേണമെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കോ. എടാ കാശി, ഭായിയെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാണോ ഇത്? ബാലു, സ്പീക്കർ ഓൺ ചെയ്യും. ഹലോ ഹലോ അൻസാരി ഭായ്, ദുബായിലുള്ള നമ്മുടെ ഫാക്ടറി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. താങ്കൾ കഴിയുന്ന വേഗം എത്തണം. കണ്ടല്ലോ, ഇവിടെ ഒന്ന് അമർത്തിയപ്പോൾ നിന്റെ ഫാക്ടറി ബ്ലാസ്റ്റായി. കാശിയോട് ചേർന്ന് ഇനി എന്തെങ്കിലും ഡീൽ ചെയ്തെന്നറിഞ്ഞാൽ നിന്റെ ഓരോ സാമ്രാജ്യങ്ങളും ഞാൻ നശിപ്പിക്കും. എന്താടാ, ധൈര്യമുണ്ടെങ്കിൽ മുമ്പിൽ വരാനോ? എന്നെ ഇല്ലാതാക്കി കളയുമെന്നോ? എന്നാ കൊല്ലടാ. നിനക്ക് സിറ്റിയിൽ ഹോട്ടല്, ബാറ്, വൈൻ ഷോപ്പ്, എത്രയോ ബിസിനസ് ഉണ്ട്. അതൊക്കെ പോരാഞ്ഞ് ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചാൽ അവിടെ അൻസാരിയുടെ ഫാക്ടറി പോലെ ഇവിടെ നിന്റെ വീട് ബ്ലാസ്റ്റ് ആവും. ആ ബായും ബാലും എന്തിനാ വന്നത്? നിങ്ങളെ വിളിച്ചിട്ടാണോ? സ്മാടിക്കാൻ കമ്പനിയില്ലാഞ്ഞിട്ട് ഞാനാ വിളിച്ചത്. ആഹാരടാ നീ? അതിന് ഞാൻ അവരെ വിളിക്കണോടാ? നേരെ വന്ന് വാണിംഗ് തന്നുപോയി. കിട്ടിയ ചാൻസ് കളഞ്ഞു വിളിച്ചു. ഇവിടെ വെച്ച് കൊല്ലാമായിരുന്നു. അപ്പം അവനെ കൊല്ലുന്ന അത്ര എളുപ്പമല്ലടാ. സിറ്റിയിൽ അവനുള്ള പവർ അറിയാമോ? പോലീസ് മൊത്തം അവന് സപ്പോർട്ടിനുണ്ട്. ടൈം ശരിയല്ലടാ. എക്സ്ക്യൂസ് മീ, എന്റെ പേര് അജയ്. IAS ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ എനിക്ക് ഇതുവരെ വന്നില്ല. ഓഫീസർ പറഞ്ഞു താങ്കളെ വന്ന് കാണാൻ. 1 മിനിറ്റ്. പേരെന്താ പറഞ്ഞേ? അജയ്. നിന്റെ ഫാദറിന്റെ പേര് പറ. ബാലഗംഗാധരൻ. ബൈ ചാൻസ് ജാഗിർ ഭായിയുടെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ലല്ലോ? അത് തന്നെ. സുന്ദർറാവു, നീ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. ബാലഗംഗാധരന്റെ മകൻ IAS എഴുതി എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഈ ബാലഗംഗാധരൻ ഏത് ഗംഗാധരനാണെന്ന് ഞാൻ സംശയിച്ചതാ. സത്യമാണ് കേട്ടാ. ലെറ്റർ ഉണ്ടോന്ന് പറയണം. നിനക്ക് ലെറ്റർ വന്നില്ലെങ്കിലേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ജീവിച്ചിരിക്കോടാ? നിനക്ക് ലെറ്റർ വരും. മറ്റുള്ളവരെ പോലെ ബാലുവിന്റെ മോനും ഓഫീസിൽ വന്നാൽ ലെവല് തീരെ താഴെ ഇടിയില്ലേ? സുന്ദറാവു, ഇവന് ശരിക്കും മാർക്ക് കിട്ടിയതാണോ അതോ ഇവന്റെ അച്ഛൻ കഴുത്തിൽ കത്തിവെച്ച് ശരിക്കും മാർക്ക് ഇടിയിച്ചതാണോ? മുമ്പൊക്കെ ഇവർ ഓഫീസിലുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തി. ഇപ്പോൾ ഇവർ തന്നെ ഓഫീസേഴ്സ് ആവുന്നു. സിസ്റ്റം തന്നെ സ്പോയിൽ ആവും. എത്ര ടിക്കറ്റ് വേണമെന്ന് ആദ്യം പറയണ്ടേ? അതിരിക്കട്ടെ സംയു, നിന്റെ മാരേജ് പ്രപ്പോസൽ എവിടെ വരെ ഐഡി? എന്നെ കാണാൻ ഉടനെ അമേരിക്കയിൽ നിന്ന് ഒരു NRI വരുന്നുണ്ട്. NRI മണവാളനോ? സ്ത്രീധനം എത്ര ഐഡി? അവർ ഇവളുടെ ഡാഡിക്ക് 10 ലക്ഷം ഇങ്ങോട്ട് കൊടുക്കും. അപ്പോഴേ ആ സൂപ്പർമാന്റെ പേരെന്താ? അജയ്. അജയോ? അജയ്. ഹായ്. ഹായ്. എന്താ ഇത്ര സാഡ് ആയിട്ടിരിക്കുന്നേ?
ഹാപ്പി അല്ലാത്തോണ്ട്. എന്താ ഹാപ്പി അല്ലാത്ത? ഒന്നുമില്ല, വിട്ടേക്ക്. എന്തു പറ്റിയതാ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പറയാൻ പറ്റില്ല, അത്ര തന്നെ. എന്താ പറ്റിയത്? ജിമ്മിലും ഇപ്പൊ കാണുന്നില്ലല്ലോ. എനിക്കിപ്പോ അവിടെ ജോലിയില്ല. എന്താ ഇത്? പറയാൻ പറ്റില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും ഡെഫിനറ്റ് ആയും പറയും. അതെ, ഞാൻ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നിനക്കെന്താ പ്രശ്നം? ഞാനും പറയില്ല. എന്നെങ്കിലും ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും. ഫാദർ, ഫാദർ, എന്റെ പേര് മൈക്കിൾ. ദൈവസന്നിധിയിൽ പേരൊന്നുമല്ല മുഖ്യം, മനസ്സാ. ആ മനസ്സാ എന്റെ പ്രശ്നം. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മനുഷ്യനെ അല്ലാതിരിക്കണം. എന്താ പ്രശ്നം? പ്രേമം. പ്രേമോ? ആ പെണ്ണ് വന്നിട്ടുണ്ടോ? ഇല്ല ഫാദർ, ഞാൻ പ്രേമത്തിലാണ്. അതിൽ പ്രോബ്ലം എന്താ? ഞാൻ പ്രേമിക്കുന്നത് പുരുഷനെയാ. അയാൾ പ്രേമത്തിന് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. നോ 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 നോ. കഷണ്ടിയുള്ള ആരെയും തലവെട്ടിക്കളയുമോ? പ്രേമം അങ്ങനെയാ. അയാൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും മറ്റൊരു ഉത്തമ പുരുഷൻ നിന്നെ തേടിയെത്തും. ഉത്തമ പുരുഷനോ? അതെ, അവന് ദൈവം നിനക്കായി അയക്കും. താങ്ക് യു ഫാദർ. ആ ഉത്തമ പുരുഷൻ എങ്ങനെയിരിക്കും? അയാളെ ദൈവം രക്ഷിക്കട്ടെ. ദൈവമേ, എത്ര നാൾ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും? ഇങ്ങനെയായി ഈ കേസ് ക്യാൻസൽ ആയി പോവും. എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഫോൺ ചെയ്. കം ഇൻ. ഹായ് മമ്മി, ഇതാരാന്നറിയോ? ഭാവിയിലെ കളക്ടർ അജയ്. Am I right? Take your seat. Thanks. Correct. സമയം നിന്നെ പറ്റി എപ്പോഴും പറയാറുണ്ട്. നിന്റെ അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ ബയോഗ്രാഫി എത്തിക്കഴിഞ്ഞു. കോഫി കുടിക്കൂ. ഞാൻ കോഫി കഴിക്കാറില്ല, ജ്യൂസ് ഉണ്ടായിക്കൊണ്ടോ. ആയിക്കോട്ടെ. കണ്ടോ മമ്മി, ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന്? ഡാഡി പോലെ. സമയം നിന്റെ ഡാഡി വിടില്ലേ? ഇപ്പൊ കോഫി കൊണ്ടുവന്നതാ ഡാഡി. ഡാഡിയോ? സോറി സാർ, ഏതോ സെർവന്റ് ആണെന്ന് കരുതി പറഞ്ഞു. കുഴപ്പമില്ല മോനെ, ജ്യൂസ് കുടിക്കേ. നിനക്കറിയാമോ, അടുത്ത വീട്ടിലെ വേലക്കാരി പെണ്ണ് ഞാനും വേലക്കാരനാണെന്ന് കരുതി ലവ് പ്രപ്പോസൽ അയച്ചു. ഞാനൊക്കെ പറഞ്ഞു, എന്റെ ഭാര്യ അത് പൊളിച്ചു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളുടെ ലവ് അഫെയർ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നല്ലാതെ, അവൻ ഇൻസ്പയർ ആവട്ടെ. ഹൗസ് ഹസ്ബൻഡ്. ഇതിനു മുമ്പ് കുറെ കാലം ദുബായിൽ ഷെഫായി ജോലി ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഭാര്യയുടെ ഫ്രഷ്നെസ്സിന് വേണ്ടി വീട്ടിലെ പാചകം ഞാൻ തന്നെ ചെയ്യുന്നു. You are great, sir. ഓഫ് കോഴ്സ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. അതിരിക്കട്ടെ, എന്ത് കറി വെക്കണം? വേറെന്താ, സാമ്പാർ. നിനക്ക് വേറെ ഒന്നും വേണ്ടേ? നിങ്ങൾക്ക് ശരിക്കറിയാവുന്നത് അതല്ലേ ഉള്ളൂ. ശരി മോനെ, പരിപ്പ് കറി അടുപ്പത്തിരിക്കുന്നു. Okay then. നിനക്ക് വെച്ചിട്ടുണ്ടേ. ഇതാ എന്റെ റൂം. ഇതാണോ നിന്റെ റൂം? അതെ. എന്തിനാ ഞെട്ടിയേ? നല്ല ഭംഗി, അതുകൊണ്ട് ചോദിച്ചാ. വെരി ഫൺ. ഇതാരാ? നാളെ എന്നെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതവനാ. എന്നാ ഓക്കെ. എന്താണാവോ, പെണ്ണ് കാണലെന്ന് പറയുമ്പോഴേ ടെൻഷൻ ആവുന്നു. പരിചയമില്ലാത്ത ആളല്ലേ വരുന്നേ, എന്തൊക്കെ പറയണോ എന്തോ. നോക്കേ, നീ ഞാനായിട്ട് വല്ല പരിചയം ഉണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്റെ കയ്യിൽ പിടിച്ചു വളവളാന്ന് വർത്താനം പറഞ്ഞില്ലേ? അതുപോലെ ഐഡിയ. ഒരു പണി ചെയ്യാം. ഞാൻ സംയുക്ത, നീ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ. ഒരു കുഞ്ഞു റിഹേഴ്സൽ. ഹായ്. ഹായ്. ലൈഫിൽ നിന്റെ ആംബിഷൻ എന്താ? സിവിൽ സർവീസ് പൂർത്തിയാക്കി IAS ഓഫീസറായി പബ്ലിക്കിന് വേണ്ടി അല്പം സെർവ് ചെയ്യണം. നിന്റെ ആംബിഷനോ? എനിക്ക് പബ്ലിക് സർവീസ് വേണ്ട, പ്രൈവറ്റ് സർവീസ് മതി. ഒന്നുകിൽ ഹാപ്പിയായി എവിടേക്കെങ്കിലും ഒക്കെ പോണം, അതല്ലെങ്കിൽ DVD കാണണം. ഓക്കേ. നീ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയി വന്നാ ഞാൻ കോഫി പോലും തരില്ല. ഞാൻ ഉണ്ടാക്കി നിനക്ക് തരാം. കുക്കിംഗ് കൂടി ചെയ്യില്ല. നിനക്ക് നല്ല ഹോട്ടലിൽ നിന്ന് ഇഷ്ടമുള്ളവ ഡെലിവറി ചെയ്യിക്കാം. പിന്നെ കുട്ടികൾ? അത് ഞാൻ തന്നെ ഡെലിവറി ചെയ്യണോ? നോ, ഞാൻ തന്നെ ഡെലിവറി ചെയ്തോളാം. താങ്ക്സ് ആ സഹായം ചെയ്യുന്നത്. പിന്നെ പിള്ളേരുടെ കുളി, ഡ്രസ്സിംഗ് എല്ലാം നീ നോക്കണം. പിന്നെ ടേസ്റ്റും ഇഷ്ടങ്ങളും കൂടി പറഞ്ഞു നന്നായിരുന്നു. ഇഷ്ടമല്ലേ? എനിക്ക് മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് വലിയ ഇഷ്ടാ. അപ്പൊ നിനക്കോ? നീ മഴയത്ത് ഡാൻസ് ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ അതാ എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ജലദോഷം വന്നാ ഞാൻ വിക്സ് പുരട്ടി തരാം. വിക്സ് പുരട്ടിയാൽ മാത്രം മതിയോ? തണുപ്പ് കൂടി ശരീരം വിറച്ചാൽ? ഞാൻ കമ്പിളി കൊണ്ട് നിന്നെ മൂടും. എന്നിട്ടും തണുപ്പ് പോകാതിരുന്ന?
നീ എന്റെ ഭാര്യയല്ലേ? തെറ്റില്ലല്ലോ. അപ്പൊ നിന്റെ ഇഷ്ടം. ഓ ഡാഡി, ഞങ്ങള് കമ്പിളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. അതെ, റൂമിനകത്തുനിന്ന് പുറത്തേക്ക്. ഓ, നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് നിന്റെ IAS ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആവാൻ വളരെ സഹായിക്കും. താങ്ക്സ് ആൻഡി, ഞാൻ പോയിട്ട് വരാം. ബൈ. ബൈ. ഇത് കട്ടാവാതെ തന്നെ നിന്റെ ബോഡി നല്ല ഷേപ്പ് വരും. ഹായ് ഗീത. ഗീത. ഹായ്. ഹായ്, നോക്കി എന്റെ കണ്ണെത്ര ചോപ്പാണെന്ന്. ഇൻഫെക്ഷൻ ആണോ? അല്ല, അപക്ഷനാ. നീ എഴുതിയ ലവ് ലെറ്റർ കിട്ടിയതിൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കമേ വന്നില്ല, അറിയാമോ? അത് എഴുതിയത് ഞാനല്ല, ജസ്റ്റ് പാസ് ചെയ്തു. ഓക്കെ, പാസ് ചെയ്തെന്നോ? പിന്നെ എഴുതിയതാരാ? നീയോ? നിന്നോടൊരു നഗ്ന സത്യം പറയട്ടെ. എന്താ തുണി അഴിച്ചിട്ടാ പറയാൻ പോലെ? കയ്യട, എന്തൊരാശ. അല്ലാതെ തന്നെ പറഞ്ഞുതരാം. എനിക്ക് നിന്നോട് ലവ്, പ്രേമം, കാതല്, എനിക്ക് നിന്റെ കൂടെ ലൈഫ് ഷെയർ ചെയ്യാൻ ആഗ്രഹമാണ്. അല്ല ആശ, 50-50 ചെയ്യാൻ ഞാൻ നിന്നെ പോലെ 50-50 അല്ല. ഒന്ന് പോടേ. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഇനി ഇത് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന കൊന്നളെ ഞാൻ. ചീനു, ചീനു, ചീനു. സോറി. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വയസ്സ് 30 ഉണ്ടോ? എന്താ നീ വേല ഇറക്കുന്നോടാ? വിത്ത് ഹൂം യു ആർ ടോക്കിംഗ്? യു നോ ഞാൻ ആരാണെന്ന് അറിയാമോ? ഐ ആം എ ജെന്റിൽമാൻ. ഐ ആം ഉത്തമ പുരുഷൻ. അപ്പോഴാ ഫാദർ പറഞ്ഞു. ഏത് ഫാദർ? നിന്റെ ഫാദറോ? ചർച്ച് ഫാദർ. എന്റെ ലവ് ഫെയിൽ ആയാൽ ഉത്തമ പുരുഷനെ കണ്ടുകൂട്ടെന്ന് ഫാദർ പറഞ്ഞു. പറഞ്ഞല്ലോ, തന്റെ വിധി താൻ തന്നെ അനുഭവിക്കും. ആ വയ്യാവേലി വേണ്ട വേണ്ട. കർത്താവേ, അടിക്കല്ലേ? ബാബു, ഒന്ന് ഇവിടെ തിരിഞ്ഞു നോക്കൂ ബാബു. എന്തിനാ? ലാപ്ടോപ്പിൽ കാണുന്നുണ്ടല്ലോ ഉമ്മ. അമേരിക്കയിൽ നിന്ന് വന്നത് പെണ്ണിനെ ലാപ്ടോപ്പിൽ കാണാനാണോ? യു നോ ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ്. സോറി, എന്റെ ഫസ്റ്റ് മാരേജ് കമ്പ്യൂട്ടറുമായി എപ്പോഴേ കഴിഞ്ഞു. ജോക്കാ? ഡെപ്ത്. ഞാൻ എന്ത് പറഞ്ഞാലും ഹാർട്ട് എന്ന് പറയും. ഡേഞ്ചർ വാർത്ത കൂടി നല്ല ഡെപ്തിൽ പറഞ്ഞോ. മോളെ, നീ ചെറുക്കനെ ലാപ്ടോപ്പിൽ കണ്ടോടി. വേണ്ട അച്ഛാ, അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ. എന്റെ കൂടെ എന്റെ ഫസ്റ്റ് വൈഫ് കൂടെ വരും. ഓക്കെ? ഹായ്. ഹായ്. നിങ്ങളുടെ അംബീഷൻ എന്താ? എനിക്ക് ബിൽ ഗേറ്റ്സിനെ പോലെ മെയിൻ ഗേറ്റ്സ് ആവണമെന്നുണ്ട്. അയാൾ വിൻഡോസ് കണ്ടുപിടിച്ച പോലെ എനിക്ക് ഡോർസ് കണ്ടുപിടിക്കണം. എന്തെന്നോ ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ വിശാലമാവണം. ഫ്രീ വർക്ക് ചെയ്യാമല്ലോ. ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ആക്ച്വലി എന്റെ ലൈഫിൽ 3 ഇഷ്ടങ്ങളുണ്ട്. യു നോ, നമ്പർ 1 കമ്പ്യൂട്ടേഴ്സ്, നമ്പർ 2 കമ്പ്യൂട്ടേഴ്സ്, പാർട്ട് നമ്പർ 3 ഈ കമ്പ്യൂട്ടർ തന്നെ. I do like 3 things the most in life. Number 1, ഓരോ ദിവസവും 8 മണിക്കൂർ ഉണർന്ന് തന്നെ ഇരിക്കണം. അയ്യോ, ബാക്കി 16 മണിക്കൂർ ഉറക്കം തന്നെ. നമ്പർ 2, മിനിമം 4-5 DVD എങ്കിലും കാണണം. അത് ശരി, അമേരിക്കയിൽ CD കട തുടങ്ങണമെന്നാ? ആൻഡ് നമ്പർ 3, മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യണം. എന്റെ അമ്മോ, ഇവക്ക് സിനിമയിലെ മഴപ്പാട്ട് കണ്ട് വട്ടായി പോയോ? മഴയത്ത് ഡാൻസ് ചെയ്താൽ പനി വരില്ലേ? എനിക്കങ്ങനെ പനി വന്നാ നിങ്ങക്ക് എന്താ? നീ മഴയത്ത് ഡാൻസ് ചെയ്താൽ എനിക്കല്ലേ പ്രശ്നങ്ങള്? ഞാൻ നിന്നെ ഹോസ്പിറ്റലാക്കണം, ഞാൻ തന്നെ ബില്ല് കെട്ടണം. നിനക്കൊരു വിഷയം അറിയുമോ? അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് മുമ്പ് ബില്ലിടുന്നവൻ ചത്തുപോകും. സംസാ? അറിയില്ല. കണ്ടോ അജയ്, ഇയാള് ഞാൻ പറയുന്നതിന് എക്സാക്ട്ലി റിവേഴ്സാ വരുന്നത്. നിന്റെ അച്ഛനെ ഈ മെയിൻ ഗേറ്റ്സിനെ പോലത്തെ ഒരുത്തിനെ എവിടുന്ന് കിട്ടിയാവോ? അതെ അജയ്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അജയ, എന്റെ കമ്പ്യൂട്ടറിലെ വൈറസ് പോലെ ഇവൻ ഇവിടെ വന്നു. അടുത്ത് വന്നിട്ട് കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. നീ ആരോടാ സംസാരിക്കുന്നത്? ഇത്ര വലിയൊരു സോഡ ഗ്ലാസ് വെച്ചിട്ടും കണ്ണു കാണുന്നില്ലേ? അയ്യോ അമ്മോ, ഇനി ഇവിടെ ഇരുന്നാൽ എന്റെ സിസ്റ്റം മൊത്തം ക്രാഷ് ആയി പോകുമല്ലോ. ഐ ഡോണ്ട് വാണ്ട് സെക്കൻഡ് മാരേജ്. വി ആർ മേഡ് ഫോർ ഈച്ച് അതർ ഓൾവേസ്.